കലയ്ക്ക് എന്നു മുതലാണ് മതവും ജാതിയും രാഷ്ട്രീയവുമൊക്കെ ഉണ്ടായത്? കലാകാരൻ എന്നു മുതലാണ് മതവും ജാതിയും രാഷ്ട്രീയവുമൊക്കെ ഉണ്ടായത്? നിർമ്മാല്യം സിനിമ ഇന്നാണ് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ അത് ഓടാൻ സമ്മതിക്കുമായിരുന്നു? ഇന്നത് ഇവിടെ ഓടിക്കുമായിരുന്നു? വളരെ കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ വൻ വിജയം കൈവരിക്കുന്ന അവസരത്തിൽ അതിനെതിരെ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരുന്നു. പണ്ട് തിലകൻ ചേട്ടൻ ജാതിയുടെ പേരിൽ ഏറ്റവും വിവേചനം അനുഭവിച്ച ഒരു കലാകാരനാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സിനിമകളിൽ നിന്ന് അദ്ദേഹത്തെ തഴയുകയുണ്ടായിട്ടുണ്ട്. വളരെ വേദനയോടു കൂടിയാണ് തിലകൻ ചേട്ടൻ പലപ്പോഴും പല അഭിമുഖങ്ങളിലും തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അന്ന് മേൽത്തട്ടുകാരായ ജാതി കോമരങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പല പടങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ നമ്മൾ തന്നെ ഓർത്ത് നോക്കൂ, ഇവിടെ മോഹൻലാൽ എന്ന നടൻ പലപ്പോഴും സംഘിപ്പട്ടം ചാർത്തി മോഹൻലാലിനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് തവണ അധിക്ഷേപിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്കും ഈ സംഘിപ്പട്ടം ഒരുപാട് തവണ, സുരേഷ് ഗോപി രാഷ്ട്രീയം സംഘി രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും അദ്ദേഹത്തെയും അതിൻ്റെ പേരിൽ ഒരുപാട് തവണ കളിയാക്കിയിട്ടുണ്ട്. കമൽ എന്ന സംവിധായകനെ തന്നെ ഓർത്ത് നോക്കൂ. കമൽ ഒരു മുസ്ലിം സംവിധായകനാണ്. അതിൻ്റെ പേരിലാണ് സംഘികൾ അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെയും കണ്ടത്. മുരളി എന്ന നടൻ്റെ ഇടതുപക്ഷ അനുഭാവിയാണ്. എന്നാൽ അതുപോലെ തന്നെ ഇന്നസെൻ്റ് പല നടന്മാർക്കെതിരെയും അവരുടെ രാഷ്ട്രീയം നോക്കി അല്ലെങ്കിൽ അവരുടെ മതം നോക്കി അവരെ കളിയാക്കുന്നൊരു പ്രവണത മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വളരെ കഷ്ടം തന്നെയാണ്. കലാകാരന്മാർക്കൊരിക്കലും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി അവരെ വിലയിരുത്തരുത്. അവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ അഭിനയത്തെയാണ് നാം കാണേണ്ടത്. അവർ ഒരു വ്യക്തിയാണ്. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം. അവരുടെ രാഷ്ട്രീയം അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ നമ്മൾ ആ രാഷ്ട്രീയത്തെയല്ല കാണേണ്ടത്. അവരഭിനയിച്ച സിനിമകളെയും അവരഭിനയിച്ച കഥാപാത്രങ്ങളെയുമാണ് നാം വിലയിരുത്തേണ്ടത്. നമ്മൾക്ക് അവർ നൽകുന്നത് അവരുടെ ഉദാത്തമായ അഭിനയ മുഹൂർത്തങ്ങളാണ്, നല്ല സിനിമകളാണ്. ആ സിനിമകളിലെ കഥാപാത്രങ്ങളെയാണ് നാം കാണേണ്ടത്. പക്ഷേ ഇവിടെ നടക്കുന്നതോ ഓരോ കലാകാരന്മാരെയും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ശരിക്കും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിലപാട് കേരളത്തിൽ എന്നു മുതൽക്കാണ് ഉണ്ടായത്? ഈ അടുത്ത കാലത്ത് അത് വളരെ വലിയ തോതിലാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കലാകാരന്മാരോടും കലയോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ കേരളം ശരിക്കും ഭ്രാന്തന്മാരുടെ നാടായി മാറും. നല്ല കലാകാരന്മാരാണ് ഈ നാട്ടിലേറെയും. ആ കലാകാരന്മാർക്ക് അവരുടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലല്ല നാം വിലയിടേണ്ടത്. അവരുടെ ഉദാത്തമായ കലയുടെ പേരിലാണ്, അവരുടെ കഥാപാത്രങ്ങളുടെ പേരിലാണ്. അവരിലൂടെ നല്ല കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാവണം. അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. സിനിമ എന്നത്